കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ്ററിം മെയിൻ്റനൻസ് അല്ലെങ്കിൽ താൽക്കാലിക ചെലവിനുള്ള തുക വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ അപേക്ഷിക്കുകയും എന്നാൽ ആ അപേക്ഷിച്ച തുക കോടതി റദ്ദാക്കുക അല്ലെങ്കിൽ ക്വാഷ് ചെയ്തിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അതായത് ഭാര്യ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 24 പ്രകാരം 30,000 രൂപ പ്രതിമാസം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ 30,000 രൂപ ഒരിക്കലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് അനുകൂലമായിട്ടാണ് കോടതി വിധി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. അതായത് വിധി കുറച്ചുണ്ട്, നമുക്കതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് the court has ruled that a financially independent wife cannot claim interim maintenance under section 24 of the Hindu Marriage Act 1955 if she already has substantial income and property in her name. അതായത് ഒരു ഭാര്യ, ആ ഭാര്യയ്ക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വരുമാനമുണ്ടെന്നോ അവരുടെ പേരിൽ കുറേ പ്രോപ്പർട്ടികളുണ്ട് എന്നും വിചാരിക്കാം. അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്രയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഭാര്യ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 24 പ്രകാരം ഭർത്താവിൽ നിന്നും താൽക്കാലിക ചെലവിനുള്ള തുക മേടിക്കുവാനായിട്ട് അവകാശമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് പറയാനായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള കഥകളും നമുക്കൊന്നും പോവാം. അതായത് 2023 ജനുവരി 27 തീയതിയാണ് നമ്മുടെ ഫാമിലി കോടതി ഭാര്യയ്ക്ക് 30,000 രൂപ പ്രതിമാസവും അതുപോലെ തന്നെ മകനുണ്ട്, ഈ മകന് നീറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് 2,77,000 രൂപയും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതി വിധി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിധിക്ക് എതിരെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഫാമിലി കോടതിയുടെ ഈ വിധിക്ക് എതിരെ ഭർത്താവ് റിവിഷൻ പെറ്റീഷൻ ഇവിടെ ഫയൽ ചെയ്യുന്നു, ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഭർത്താവ് പറഞ്ഞ പോയിന്റ് ഇത്രയാണ്: മകൻ്റെ ചെലവിനുള്ള പൈസ കൊടുക്കാൻ വിരോധമില്ല, എന്നാൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the husband challenged only the award to the wife, arguing she was already a director of Miss Ronchen Scan World Private Limited, receiving annual dividends rupees 15 to 16 lakhs and also owned valuable immovable properties എന്നാണ് പറയുന്നത്. ഭാര്യയുടെ പേരിൽ എന്തുണ്ട്? ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ്, പറമ്പുകൾ, മറ്റുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. കൂടാതെ ഒരു പ്രശസ്തമായ ഒരു കമ്പനിയിലെ ഡയറക്ടർ ആയതുകൊണ്ട് ഒരു കൊല്ലത്തിൽ 15 മുതൽ 16 ലക്ഷം രൂപ ഡിവിഡൻഡ് ആയിട്ടും ഭാര്യയ്ക്ക് വരുമാനം ഉണ്ട് എന്നുള്ളത് കാര്യം ഭർത്താവ് കോടതിയെ അറിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്നും ഡിവിഡൻഡ് കിട്ടുന്നത് താൽക്കാലികമായി തടഞ്ഞു വെക്കുവാനായിട്ട് ഭാര്യ ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖയും ഭർത്താവ് കോടതിയിൽ ഹാജരാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബിക്കോസ് അതിങ്ങനെയാണ് പറയുന്നത്, he alleged that she had even approached the NCLT to block release of dividends and transferred one property to her father during the case to hide her financial position. എന്ന് മാത്രമല്ല, ഈ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പറമ്പ് പോലുള്ള വസ്തുക്കളായിരിക്കാം, അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഈ ഭാര്യയുടെ അച്ഛൻ്റെ പേരിലേക്ക് മാറ്റുകയും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ്? കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു ഭാര്യ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വേറെ ആരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യവും നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് പോയിന്റ് മനസ്സിലാക്കുക. അപ്പോൾ ഭാര്യ പറയുന്ന പോയിന്റുകൾ എന്താണെന്നുള്ളത് നോക്കാം. കാരണം ഭാര്യ പറഞ്ഞതും കൂടി നമ്മൾ കേൾക്കണമല്ലോ. ഭാര്യ പറഞ്ഞിങ്ങനെയാണ്: ഷീ ക്ലെയിംഡ് ദാറ്റ് ഡിവിഡൻഡ് വേർ സ്പെൻഡ് എൻറ്റയർലി ഓൺ ഹെർ സൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ദാറ്റ് ഷീ ഹാഡ് നോ അതർ സ്റ്റഡി ഇൻകം ഫ്രം ദ സ്കാൻ സെൻറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതായത് റോൺജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എക്സ്റേ കണ്ടുപിടിച്ചിട്ടൊരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സ്കാൻ സെൻറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. അതായത് ഭാര്യയ്ക്ക് കിട്ടുന്ന മൊത്തം വരുമാനവും എന്തിനാണ് ഉപയോഗിക്കുന്നത്? മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഭാര്യ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഷീ ഓൾസോ ഡിനൈഡ് സപ്രസിങ് അസറ്റ്സ് ആൻഡ് ഇൻസിസ്റ്റഡ് മെയിൻ്റനൻസ് വാസ് റിക്വയർഡ് ടു സസ്റ്റെയിൻ ഹെർ സെൽഫ്. അതായത് നേരത്തെ ഭർത്താവ് പറഞ്ഞല്ലോ 15 മുതൽ 16 ലക്ഷം വരെ ഡിവിഡൻ്റ് ആയിട്ട് ഒരു കൊല്ലം ഭാര്യയ്ക്ക് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഈ കാര്യം അങ്ങനെ സപ്രസ് ചെയ്തിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല എന്ന് ഭാര്യ കോടതിയോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഫിനാൻഷ്യൽ റെക്കോർഡ് ഷോ ദ വൈഫ് റിസീവ്ഡ്. ഭാര്യയുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കോടതി കണ്ടെത്തിയത് ഇങ്ങനെയാണ്. 2021-2022 കാലഘട്ടത്തിൽ ഭാര്യയ്ക്ക് 15,18,750 രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ട്. 2022-2023 കാലഘട്ടത്തിൽ 16,20,000 രൂപയായിരുന്നു വരുമാനം. 2023-2024 കാലഘട്ടത്തിൽ 16,20,000 രൂപ തന്നെയാണ് വരുമാനം. അതായത് നമ്മൾ ഈ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ നമ്മൾ കാണിക്കുമ്പോൾ പറഞ്ഞ ഡേറ്റ് മുതൽ ബാക്കിലേക്കുള്ള 3 വർഷത്തെ നമ്മുടെ ഇൻകം റിപ്പോർട്ടാണ് കോടതി സാധാരണഗതിയിൽ ചെക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ആ 3 എണ്ണം പറയാനുള്ള കാരണം. അതുമാത്രമല്ല, തിരുപ്പോറൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭാര്യയ്ക്ക് സ്വന്തമായി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളതും കോടതിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അത് മാത്രമല്ല, കോടതി ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട കേസ് ലോസ് എന്ന് പറയുന്നത് ശൈലജ വേഴ്സസ് കൊമ്പന 2018 ഒരു കേസും, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നേഹ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2021 കേസുകളും ഇവിടെ കോടതി പരിഗണിക്കുകയുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇൻട്രീം മെയിൻ്റനൻസ് ഇസ് മീൻ ടു എൻഷുർ സസ്റ്റൻസസ് നോട്ട് ഗിവൺ ആൻഡ് അൺജസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് എന്നുള്ളതും കോടതി ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ എന്താണ്, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനമൊക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫിനാൻഷ്യൽ ആയിട്ട് ഭർത്താവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും കോടതി കണ്ടെത്തി. എന്ന് മാത്രമല്ല, ദ സ്പോസ് വിത്ത് സഫീഷ്യൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇൻകം കനോട്ട് ക്ലെയിം ഫർദർ സപ്പോർട്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് ഇൻകം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പോവാനായിട്ട് പാടില്ല എന്നും കോടതിയുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദെൻ ഫൈനൽ ഓർഡർ ഇങ്ങനെയാണ്. ദ ഇൻട്രീം മെയിൻ്റനൻസ് ഓഫ് 3,000 പെർ മന്ത് ടു ദി വൈഫ് വാസ് സെറ്റ് അസൈഡ്. ഭാര്യയ്ക്ക് വേണ്ടുള്ള 30,000 രൂപ കോടതി അവിടെ എന്ത് തട്ടിക്കളഞ്ഞു. മെയിൻ്റനൻസ് ഓഫ് 30,000 ഫോർ ദ സൺ ആൻഡ് ഫുൾ കവറേജ് ഓഫ് ഹിസ് എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് വാസ് കൺഫേംഡ്. അത് ഭർത്താവ് സമ്മതിച്ചിട്ടുള്ളതാണ്. മകൻ്റെ ചെലവിനുള്ള പൈസ എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് 30,000 രൂപ വെച്ചിട്ട് മകന് കൊടുത്തോളാനായിട്ട് കോടതി പറഞ്ഞു. പിന്നെ ഇത് മാത്രമല്ല, ഈ ജസ്റ്റിസ് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് സെക്ഷൻ 24 ഈസ് ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഇൻകം ഫോർ സസ്റ്റൻസസ്. ദ റെസ്പോണ്ടന്റ് ഡസ് നോട്ട് ലാക്ക് സച്ച് ഇൻകം എന്നാണ് പറയുന്നത്. ഭാര്യയ്ക്ക് ജീവിക്കാനായിട്ടുള്ള വരുമാനമൊക്കെ സഫിഷ്യൻ്റ് ആയിട്ട് കയ്യിലുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഭർത്താവിനെതിരെ വീണ്ടും ഒരു പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം കൂടി കൃത്യമായി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെതിരെ ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു എന്താ പറയുക, മിസ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൂള് അല്ല എന്നുള്ളതും, ഭാര്യയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ട്, അങ്ങ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് ഭർത്താവിന് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ കൊടുക്കുന്നത് ഈവൻ ഇൻട്രീം മെയിൻ്റനൻസ് ആണെങ്കിൽ പോലും അത് എന്ത് ചെയ്യാൻ പറ്റും, ക്വാഷ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി. ഇത് ഓഗസ്റ്റ് 22, 2025 വന്നിട്ടുള്ള ഒരു കോടതി വിധിയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. സോ പലരും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് മെയിൻ്റനൻസ് ക്വാഷ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യത്തിന് നമുക്ക് ഈ ഒരു കേസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.